ഈശോയിലെ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ വരികയാണെങ്കിൽ ബാപ്റ്റിസത്തിനായിട്ടാണ് നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുക. നമ്മൾ കുദാശ പരികർമ്മം ചെയ്യുന്നത് വിശുദ്ധ കുർബാനയോടൊന്നിച്ചാണ്. ബാപ്റ്റിസത്തിൽ ആരംഭിച്ച് തുടർന്ന് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കുഞ്ഞിനെ കൊടുത്ത് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. വളരെ ചെറിയ സ്മോൾ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ജനിറ്റയ്ക്ക് കുഞ്ഞുമോൾക്ക് എല്ലാ ദൈവത്തിൻ്റെ കൃപാവരങ്ങളും ലഭിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പലർക്കും ഭാഷയുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. കൊച്ചുകുട്ടികൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായെന്ന് കഴിയില്ല. പക്ഷേ നമ്മുടെ മലയാളത്തിലായിരിക്കും ക്രമങ്ങൾ ഫോളോ ചെയ്യുക. റേഡിയോസ് ഒഴിച്ച് മാറ്റുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നൊക്കെ ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന ഈ ദാസി അങ്ങയുടെ ജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്നങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കാട്ടരുവിയിൽ നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളിച്ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കടകർ കഴുകി ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗതിക ശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ദാസി കുദാശികളുടെ സ്വീകരണം വഴി ആത്മീകവും ശാരീരികമായി വളരുവേണ്ടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുഞ്ഞിന് വേണ്ടി തല തൊടുന്ന മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനിത മരിയ ഉദ്ധൃതിയായിരിക്കുന്നു.
ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും ഇല്ലാത്തത് പരാമർശിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും നൽകുന്നതിനുമായി സകല സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ ചൂടുവരുന്ന സഭയിൽ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സമയസാരത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര